ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചുമണീസ് വേഡിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചാമ്പങ്ങ അച്ചാർ ഇട്ടാലോ? വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ചാമ്പങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി അത് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ഉപ്പിട്ട് വെച്ചു ആദ്യം. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് നമ്മുടെ അതിൻ്റെ മസാല ചേർത്തു, അച്ചാർ പൊടി. ഞാനത് ചെയ്യാറില്ലാത്തതാണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ ചാമ്പങ്ങ കിട്ടിയതുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഈ പൊടി ഉപയോഗിക്കാറില്ല. എന്തായാലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. അതിലേക്കായി ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, കായം, വിനാഗിരി, നല്ലെണ്ണ. ഇതിൽ ഞാൻ കടുക് എടുത്തു വയ്ക്കാൻ മറന്നുപോയി, അതിൽ കാണിക്കാൻ ഞാൻ മറന്നുപോയി. എത്രയോ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ പാനിലേക്ക് ഒഴിക്കാം. പൊടിയിൽ എല്ലാം ചേർത്തിട്ടുള്ളതാണെങ്കിൽ കൂടി കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി കൂടി ചേർക്കാമല്ലോ. ഞാനങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം കായം എടുത്ത് ചൂടാക്കി മാറ്റി വെച്ചു, പൊടിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം ഉലുവ ഇട്ടു, കടുക് ഇട്ട് പൊട്ടിച്ചു, വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് മൂപ്പിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ചാമ്പങ്ങ സീസണാണല്ലോ, കിട്ടുകയാണെങ്കിൽ അച്ചാർ ഇട്ട് നോക്ക്, നല്ലതാണ്. അതൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളെടുത്ത് വെച്ച് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തത്, പിന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്തു. ഒന്നാമത്തെ കാര്യം ചാമ്പങ്ങ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ കുറച്ചായിട്ട് ചേർത്തത്. പിന്നെ അതിലേക്ക് അച്ചാർ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ അത് കുറച്ച് ചേർത്തത്. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തു. ഒന്ന് ചൂടായി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ മസാലയിൽ ഇട്ട് വെച്ചിരിക്കുന്ന ചാമ്പങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ്, വിനാഗിരിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പ് കുറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടിയും ഇട്ടു. എന്തെങ്കിലും ചാമ്പങ്ങ എനിക്ക് നന്നാക്കി തന്ന എൻ്റെ കൊച്ചാട്ടോ, അവളാണ് അതെല്ലാം വൃത്തിയാക്കി തന്നു. കഴുകി വാരിയെടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചു, എല്ലാം വൃത്തിയായിട്ട് ചെയ്തു തന്നു. എന്നെ സഹായിച്ച് തന്നു അവൾ. ഉപ്പ് തീരെ കുറഞ്ഞു പോയി, അപ്പോൾ ഉപ്പ് ഇട്ടു ആവശ്യത്തിന്. പൊടിച്ച് വെച്ചിരിക്കുന്ന കായം അതിലോട്ട് ചേർത്ത് കൊടുത്തു. എല്ലാം ഒന്നും കൂടി ഇളക്കി സെറ്റാക്കി നമ്മുടെ ചാമ്പങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.